ഇലക്ട്രിക് വെഹിക്കിൾസ് കേരളത്തിൽ കുറയുന്നു. ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഏറ്റവും അധികം കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത് ഉത്തർപ്രദേശിലാണ്. നമ്മളെപ്പോഴും കുറ്റം പറയുന്ന ഉത്തർപ്രദേശിലൊന്നും നല്ല കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് വൈദ്യുതി വാഹനങ്ങൾ ഏറ്റവും അധികം കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തത്. അത് ഏകദേശം 3 ലക്ഷത്തിലധികമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലോ അത് 60,000, വളരെ കുറവാണ്. നമ്മളുടെ അടുത്തുള്ള സംസ്ഥാനങ്ങളിലാണേലും നമ്മളെക്കാളും കൂടുതൽ, കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ നമ്മളെക്കാളും കൂടുതൽ വൈദ്യുതി വാഹനങ്ങൾ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഒരു റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് 1-ാം സ്ഥാനത്ത് 3 ലക്ഷത്തിലധികം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ വർഷം ഉണ്ടെങ്കിൽ നമ്മൾ 10-ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ വർഷം. നമ്മുടെ അടുത്ത തമിഴ്നാടൊക്കെ നമ്മളെക്കാളൊക്കെ മുകളിലാണ്. ഈ വർഷം ഒരു ഏപ്രിൽ വരെയുള്ള ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് ഏകദേശം 77,000-ഓളം യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നമ്മൾ കേരളത്തിൽ അതിൻ്റെ 10-1 7,000-ന് അപ്പുറം മാത്രമേ കടന്നിട്ടുള്ളൂ. ഇനി അടുത്തൊരു കാര്യം, കേരളത്തിൻ്റെ തന്നെ കാര്യം നോക്കിയാൽ കഴിഞ്ഞ വർഷം ഈ ഏപ്രിൽ വരെ 29,000 ഇലക്ട്രിക് വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ വർഷം അത് 7,000, 4-1, ഏകദേശം 4-1 മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ വളരെ വളരെ പുറകോട്ടാണ് കേരളത്തിൽ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗവും അല്ലെ അതിൻ്റെ രജിസ്ട്രേഷൻ വാങ്ങൽ ഉപയോഗമൊക്കെ. കഴിഞ്ഞ 2023 75,000 ഇലക്ട്രിക് വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ അത് 2024 60,000 കുറഞ്ഞു. ഈ വർഷം ഏപ്രിൽ വരെ വീണ്ടും കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് താഴോട്ടാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ അത് മുകളിലോട്ട് പോകുന്നു. മറ്റ് പരിസ്ഥിതിയെ പരിഗണിക്കുന്ന, പരിസ്ഥിതി നല്ലത് വേണമെന്ന് ആഗ്രഹിക്കുന്ന വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുമ്പോഴാണ് കേരളത്തിൽ നമ്മൾ വികസിതമാകാൻ പോവുകയാണ്, പുരോഗമനമാണ് എന്നൊക്കെ പറയുന്നിടത്ത് ഇത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കൗതുകകരമായ ഒരു വസ്തുത. നമുക്ക് ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നമുക്കൊരു പ്രശ്നമല്ലേ? അതോ ഈ പരിസ്ഥിതി നശിക്കുന്ന കാര്യം നമുക്കൊരു പ്രശ്നമല്ലേ? വളരെ ആഡംബര കാറുകൾ കുറേയധികം ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നതായിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ കേൾക്കാറുണ്ട്. അതുപോലെ ഫാൻസി രജിസ്റ്റർ നമ്പറിന് വേണ്ടി ലക്ഷങ്ങൾ ഇവിടെ മുടക്കുന്ന ആളുകളെ പറ്റി നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയൊന്നും നമുക്കൊരു വലിയ പ്രശ്നമല്ലായിരിക്കാം. അതുപോലെ പരിസ്ഥിതി നശിപ്പിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഇവിടുത്തെ ആർക്കും വലിയ വിഷയമല്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും വാർത്തകളിൽ നിന്നും അറിയാറുണ്ട്. ഏത് വിധത്തിൽ പരിസ്ഥിതി നശിപ്പിച്ചാലും നമുക്ക് വിഷയമല്ല. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ഇലക്ട്രിക് വെഹിക്കിളിനോട് നമുക്കൊരു താല്പര്യക്കുറവ്. ഇനി അതിൻ്റെ കാരണങ്ങളായിട്ട് ചിലർ പറയുന്ന കാര്യങ്ങൾ, നമുക്കിവിടെ ചാർജിങ് സ്റ്റേഷൻ ഇല്ല, അതുപോലെ ഇലക്ട്രിക് വെഹിക്കിളിന് വില കൂടുതലാണ്, അതുപോലെ കേരളത്തിൽ നികുതി ഉണ്ട്, അതേസമയം അടുത്ത തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ഇതിന് 0% നികുതിയേ ഇല്ല ഇലക്ട്രിക് വെഹിക്കിളിന്. ചാർജിങ് സ്റ്റേഷനിൽ കിട്ടുന്നതിന് വേണ്ടി തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അടുത്ത് അതിനൊരു പണച്ചെലവുണ്ട്, കാലതാമസമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവരുടെ പലതും പറയുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ ചൈനീസ് കമ്പനിയുടെ സഹായത്തോടെ ഇവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിച്ചിരുന്നു. പക്ഷേ അതിപ്പോൾ പ്രവർത്തിക്കുന്നേ ഇല്ല. അപ്പോൾ ഈ ചാർജിങ് സ്റ്റേഷൻ ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ്. എങ്കിൽ കൂടി ചാർജിങ് സ്റ്റേഷൻ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? ഇത് അടുത്ത കാലത്ത് കണ്ണൂരാണെങ്കിൽ ഒരു പെട്രോൾ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കൈക്കൂലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ PP ദിവ്യയുടെയും അവിടുത്തെ ഒരു ADMൻ്റെ ഒരു സൂയിസൈഡുമൊക്കെ പെട്രോൾ ബങ്കുമായിട്ട് ബന്ധപ്പെട്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോഴും കേരളത്തിൽ കൂടുതൽ പെട്രോൾ ഉപയോഗിക്കണം എന്നുള്ള ഒരു പ്രവണതയാണോ? അതേസമയം ഒരു ചാർജിങ് സ്റ്റേഷൻ കൂടുതലായിട്ട് സ്ഥാപിക്കാൻ വേണ്ടി അങ്ങനൊരു പ്രശ്നം വാർത്തകൾ കേൾക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴും പെട്രോൾ സ്റ്റേഷൻ്റെ വാർത്തകളാണ് വരുന്നത്. അതാണ് കൂടുതലിവിടെ വേണ്ടത്. അതിൻ്റെ വിലയൊന്നും ഇവിടെ പ്രശ്നമേ അല്ല. അപ്പോൾ ഇതാണോ കേരളത്തിൻ്റെ വികസനത്തിനും കേരളത്തിൻ്റെ പരിസ്ഥിതിക്കും കേരളത്തിൻ്റെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു നയത്തിനും നല്ലത് എന്നുള്ളത് നോക്കാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹന വ്യൂഹം, കുറേ നീണ്ട വാഹന വ്യൂഹമുള്ളതായിട്ടാണ് നമ്മൾ പലപ്പോഴും മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുള്ളവരൊക്കെ പറയുന്നത്. കുറേ വാഹനങ്ങളുണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇലക്ട്രിക് വാഹനമുണ്ടോ? ഇനി അതുപോലെ നമ്മുടെ മന്ത്രിമാർ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഏതെങ്കിലും ഇലക്ട്രിക് വാഹനങ്ങളുണ്ടോ? കേരള സർക്കാർ ഓരോ വർഷവും കുറേയധികം വാഹനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. കേരള സർക്കാരും അല്ലെ അതിന് പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടോ അതിൻ്റെ ബോർഡുകളായിട്ടൊക്കെ പല വാഹനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അത്
വാങ്ങിക്കുന്ന വാഹനങ്ങൾ ഇനി മുതൽ ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കണമെന്നുള്ള ഒരു നയമോ ഒരു തീരുമാനമോ കേരള സർക്കാരിനുണ്ടോ? ഇനി അടുത്തൊരു കാര്യം, ഈ ചാർജിങ് സ്റ്റേഷനുകൾ ഈ കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി ഓരോ വർഷവും അതിനൊരു ടാർഗറ്റ്, ഈ വർഷം ഇത്ര 100 ഉണ്ടെങ്കിൽ അടുത്ത വർഷം അത് 200 ആക്കും, അതിൻ്റെ പിന്നത്തെ വർഷം 300 ആക്കും, അല്ലെങ്കിൽ ഓരോ 10 കിലോമീറ്ററിലോ അല്ല 30 കിലോമീറ്ററിലോ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാകും എന്നുള്ളൊരു നയം കേരള സർക്കാരിനുണ്ടോ? ഇനി അടുത്തൊരു കാര്യം, ഏറ്റവും അധികം സർക്കാർ വാഹനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് സെക്രട്ടേറിയറ്റ്. അവിടെ ഒരു ഫ്രീ ആയിട്ടൊരു ചാർജിങ് സ്റ്റേഷൻ സർക്കാരിന് വെച്ചുകൂടെ? അതുപോലെ കുറേയധികം അഡ്വക്കേറ്റ്സ് ജോലി ചെയ്യാൻ വരുന്ന ഹൈക്കോടതിയുടെ പരിസരത്ത് ഒരു ഫ്രീ ആയിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻ വെച്ചുകൂടെ? ഓരോ ജില്ലാ കളക്ട്രേറ്റിലും ഒരു ഫ്രീ ചാർജിങ് സ്റ്റേഷൻ വെച്ചുകൂടെ? തീർച്ചയായിട്ടും സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, പല ദുർവിനിയോഗങ്ങൾ ചെയ്യാൻ വേണ്ടി പൈസ ഇഷ്ടം പോലെ ചിലവാക്കുമ്പോൾ ഈ നല്ല കാര്യത്തിന് വേണ്ടി കുറച്ച് പണം ചിലവാക്കാൻ പറ്റില്ലേ? നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ പോകുന്ന അമേരിക്കയിൽ ഞാൻ അടുത്ത കാലത്ത് കണ്ടതാണ്. അവിടെ ഒരു മോളിൽ അവിടെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവർ, അവിടെ ചാർജിങ് സ്റ്റേഷനുണ്ട്. ഫ്രീ ആയിട്ട് അവർക്ക് അവിടെ വണ്ടികൾ ചാർജ് ചെയ്യാം. അപ്പോൾ അവർ സാധനം വാങ്ങിക്കാൻ പാർക്കിംഗ് ലോട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ അവിടെ ചാർജിങ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് പോകും. തിരിച്ചൊരു 20 മിനിറ്റോ 30 മിനിറ്റോ 40 മിനിറ്റോ കഴിഞ്ഞ് സാധനവും വാങ്ങിച്ച് തിരിച്ചു വരുമ്പോൾ വണ്ടി ഏകദേശം ഫുൾ ചാർജിൻ്റെ അടുത്താവും. അപ്പോൾ ഫ്രീ ആണ്. അവിടെ സാധനം വാങ്ങിക്കാൻ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് സ്റ്റേഷൻ അമേരിക്കയിലെ മോളിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഒരു തീരുമാനമെടുത്താൽ, നല്ല നയങ്ങളുണ്ടായാൽ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ കേരളത്തിലുണ്ടാകുകയും അപ്പോൾ പരിസ്ഥിതിക്ക് കൂടുതൽ നല്ലൊരു കാര്യമാവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.